ഹാലേലുയ, ഹാലേലുയ, സ്തോത്രം, സ്തോത്രം, ഹാലേലുയ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് നിർത്തണമേ എന്ന് അടിയങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഹാലേലുയ. അതിനകത്ത് 7 മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ചുള്ള 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന ഒരുവനെ കണ്ടു. ഹാലേലുയ. അവൻ്റെ അടുത്ത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. ഹാലേലുയ. ആ മൂപ്പന്മാരുടെ മധ്യത്തിൽ അവൻ അവിടെ നിൽക്കുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട്. ഹാലേലുയ. ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കാൻ ആര് യോഗ്യതയുള്ളവരാര് എന്ന്. ഹാലേലുയ. ആരെയും കണ്ടില്ല. ഒടുവിൽ യോഹന്നാൻ വിഷമമായി. യോഹന്നാൻ കരഞ്ഞു. ദൂതൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അതിന് യോഗ്യനായ ഒരുവന്, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവന് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഹാലേലുയ, അറുക്കപ്പെട്ട കുഞ്ഞാട് വന്ന് മുദ്രകളിൽ ഓരോന്നോരോന്ന് പൊട്ടിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. ഹാലേലുയ. നമ്മളത് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹാലേലുയ, മുദ്രകൾ ഓരോന്നോരോന്ന് പൊട്ടിക്കുന്നതും അതിലൂടെ സംഭവിക്കുന്നതായ കാര്യങ്ങളുമാണ് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹാലേലുയ. 6-ാം അധ്യായം മുതൽ ഏതാണ്ട് 18-ാം അധ്യായം വരെ ട്രിബുലേഷൻ പീരീഡാണ്. ഹാലേലുയ. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ ട്രിബുലേഷൻ പീരീഡാണ്. അതിൽ 6-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ ട്രിബുലേഷൻ പീരീഡ്. എന്നാൽ 11 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഗ്രേറ്റ് ട്രിബുലേഷനാണ്. ഹാലേലുയ. ഇത് ആദ്യത്തെ 3.5 വർഷം ട്രിബുലേഷന്, പിന്നത്തെ 3.5 വർഷം ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാ ഉപദ്രവകാലമാണ് അന്ന് നടക്കുന്നത്. ഹാലേലുയ. അപ്പോൾ അതിൻ്റെ 1 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യം കുഞ്ഞുമച്ചാൻ ലൈനിലുണ്ടോ? വായിക്കാമല്ലോ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെട്ടു. ഹാലേലുയ. ഇവിടെ കാണുന്ന ഈ വെള്ളക്കുതിര, അതിലിരിക്കുന്നവന് നമ്മൾ സ്വാഭാവികമായിട്ട് അത് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ചിന്തിച്ചു പോകും. ഹാലേലുയ. എന്നാൽ അത് യേശു അല്ല. യേശു 19-ാം അധ്യായത്തിലാണ് വെള്ളക്കുതിരയിൽ വരാൻ പോകുന്നത്. അതുവരെ യേശു ക്രിസ്തു വരുന്നില്ല. ഇവിടെ ഇരിക്കുന്നത് ഒരു കൗണ്ടർ ഫിറ്റാണ്. എന്ന് പറഞ്ഞാൽ അവൻ ആൻറ്റി ക്രൈസ്റ്റാണ്. യേശുവിൻ്റെ സ്വരൂപമെടുത്ത് യേശുവിൻ്റെ വേഷം കെട്ടി വരുന്ന ഒരു ചതിയനാണ്. ഹാലേലുയ, ഹാലേലുയ. 6-ാം അധ്യായത്തിൽ അതിനെ 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ, 1 ഹാലേലുയ, മുദ്ര പൊട്ടിക്കുന്ന ലാംബ് സ്ലെയിൻ, ഹാലേലുയ, അറുക്കപ്പെട്ട കുഞ്ഞാട് ആയ കർത്താവ് യേശു ക്രിസ്തു മുദ്ര ഓരോന്നോരോന്ന് പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. ഹാലേലുയ. 2ാമതായിട്ടുള്ളത് ഹാലേലുയ, ഓരോ സീലും പൊട്ടിക്കുമ്പോൾ അത് വെളിപ്പെടുത്തുന്നതായ ദൈവത്തിൻ്റെ ഒരു ന്യൂ ഫേസ്. ഹാലേലുയ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ ഡീലിംഗ് വിത്ത് ദ എർത്ത് നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവം ഒന്ന് മുദ്ര പൊട്ടിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു, അല്ലെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. 2, കർത്താവിൻ്റെ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ആ മുദ്ര മുഖാന്തരമുള്ള ഓരോ ഡീലിങ്, ഭൂമിയോടുള്ള ഓരോ ഡീലിങ്, ഒരു ഡിവൈൻ ഡീലിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹാലേലുയ. 3ാമത്തെ ഒരു കാര്യം, ഇത് വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് മാത്രമല്ല അത്. ഹാലേലുയ. നമ്മൾ വിചാരിക്കും ഇത് ആ ട്രിബുലേഷൻ പീരീഡിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടായിരിക്കും. അതല്ലേ വെളിപ്പാട് എന്ന് പറയുന്നത്, ദർശനം എന്നൊക്കെ പറയുന്നതല്ലേ. ഹാലേലുയ. എന്നാൽ അങ്ങനെയല്ല. ദൈവം ഹാലേലുയ, കർത്താവ് ഹാലേലുയ
ഈ ഭൂമിയിലുള്ള സകല ചർച്ചുകളോടും ഈ ലോകത്തോടും ദൈവം ഇടപെടുന്ന, ഡീല് ചെയ്യുന്ന ഓരോ രീതികൾ അത് ഇപ്പോൾ വരാനിരിക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന കാലം മുതൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ഇതേപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അത് കണ്ടുകൊണ്ട് ഇത് ട്രിബുലേഷൻ പീരീഡാണ് നമ്മൾ ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന കാലം മുതൽ ഇനി ഇപ്പോൾ ഉള്ള കാലം വരെയും ഇനിയും വരുവാനിരിക്കുന്ന കാലം വരെ, ആ ട്രിബുലേഷൻ പീരീഡ് വരെയും ഇതുപോലെ ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് വരുവാനുള്ളതായെന്നും പറഞ്ഞിരിക്കേണ്ട. ഹല്ലേലൂയ. ഇത് വന്നിട്ടുണ്ട്, ഇനിയും വരും, ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് മൂന്നാമത്തെ കാര്യം. അത് നമ്മളിത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശരിയായ ഒരു ന്യായവിധി ഹല്ലേലൂയ ലോകത്തിൻ്റെ മേൽ വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ആ ദയ റിജക്റ്റ് ചെയ്തവരുടെ മേലാണ് ഇത് വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ ദയ, നിരന്തരമായ ദയ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെ മേലുമാണ് ഇത് ഈ ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നോഹ 120 വർഷത്തോളം നിന്ന് ദൈവത്തിൻ്റെ വചനം, ഗോസ്പൽ പ്രസംഗിച്ചിട്ട് ഒരു മനുഷ്യർ പോലും രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നില്ല. ഹല്ലേലൂയ. ഒടുവിൽ നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെട്ടപ്പോൾ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. നോഹയുടെ പ്രസംഗം കേൾക്കാതെ, ഗോസ്പൽ അനുസരിക്കാതെ നിന്ന ജനങ്ങളൊക്കെയും നശിച്ചു പോകുവാൻ ഇടയായി തീർന്നു. അതായത് ഒരു ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ ഒരു ദയ അത് സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരെ എന്ന് പറഞ്ഞതുപോലെ നോഹയുടെ പെട്ടകത്തിൽ കടക്കുവാൻ മനസ്സില്ലാതെ നിന്നവരൊക്കെയും നശിച്ചു പോയതുപോലെ ഈ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ ദയ, നിരന്തരമായ ദയ നിരസിക്കുന്നവരുടെ മേൽ വരുന്ന ഒരു വലിയ ന്യായവിധിയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന. ഹല്ലേലൂയ. പക്ഷെ നാം ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നാം ഭയപ്പെടേണ്ടതില്ല. കാരണം നാം മാനസാന്തരപ്പെട്ട്, വിശ്വാസികളായ മനുഷ്യർ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരായ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ടതായ ആവശ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തോട് ഒരേ രീതിയിൽ ഇടപെടുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഇപ്പോഴും സംഭവിക്കും, അന്നും സംഭവിച്ചു, ഇനിയും സംഭവിക്കാനിരിക്കുന്ന കാര്യമായി ഇത് ഈ വെളിപ്പാട് പുസ്തകത്തെ കാണുന്നത് കൊണ്ട് പല മാറ്റങ്ങൾ ലോകത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ഈ 4-ാം തീയതി പോപ്പ് ലിയോ 14 പ്രഖ്യാപിച്ചതായി കണ്ടല്ലോ. ഹല്ലേലൂയ. സഹരക്ഷകയല്ല മറിയ. നിങ്ങൾ സഹരക്ഷകയെന്നുള്ള രീതിയിൽ മറിയെ ഇനി ആരാധിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് ക്രൂശിൽ മരിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്, മറിയല്ല. അതുകൊണ്ട് മറിയെ നിങ്ങൾ സഹരക്ഷകയായിട്ട് കരുതരുത്. മറിയോട് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യരുത്. അത് പാപമാണ് എന്ന് പോപ്പ് ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ലോകത്തിൽ മുഴുവനുമുള്ള കത്തോലിക്ക സഭയ്ക്ക് അതൊരു വലിയൊരു ഇളക്കം തട്ടിയിരിക്കുക. ഹാലയിലെ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, യാക്കോബായ ഓർത്തഡോക്സ് സഭയ്ക്ക് പോലും അതൊരു വലിയ ഇളക്കം തട്ടിയിരിക്കുക. ഹാലയിൽ ഇവരൊക്കെയും മറിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. മറിയയുടെ മധ്യസ്ഥതയിൽ മെഴുകുതിരി കത്തിച്ച് കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാ. ഹാലേലൂയ. മറിയ ഒരു വിശുദ്ധിയായ ഒരു സ്ത്രീയാണ് എന്നതിനപ്പുറം മറിയ സഹരക്ഷകയല്ല എന്ന് പോപ്പ് ലിയോ 14 വളരെ അസന്ധിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുക. ആ പോപ്പിൻ്റെ മേൽ ദൈവത്തിനൊരു വെളിപ്പാടുണ്ടായിരിക്കുന്നു അങ്ങനെ പറയണമെന്ന്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സഭകളിൽ, വിവിധ സമൂഹങ്ങളിൽ ഇതുപോലുള്ള പല വെളിപ്പാടുകൾ കിട്ടുകയും കർത്താവായ യേശുക്രിസ്തുവിനെ പലരും അംഗീകരിക്കാനും ഇടയായി തീരും ഈ കാലങ്ങളിൽ. ഹല്ലേലൂയ. അതാണ് നമ്മളെ സംബന്ധിച്ചൊരു നല്ലൊരു സന്തോഷകരമായൊരു വാർത്ത. ഈ കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളോടൊപ്പം ജനിച്ച നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയും മാതാപിതാക്കളൊക്കെയും രൂപാന്തരപ്പെടുവാൻ ദൈവം സഹായിക്കും. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇനി മത്തായിയുടെ സുവിശേഷം 24:8 പറയുന്നത്, ദീസ് ആർ ദ ബിഗിനിങ് ഓഫ് സോറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം
ഈറ്റുനോവിൻ്റെ ഒരു ആരംഭമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാലേലുയ. റെവലേഷൻ 6 ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു തുടക്കമാണ്, സങ്കടങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഈറ്റുനോവിൻ്റെ തുടക്കമാണ് എന്നാണ് ഈ റെവലേഷൻ 6 പറഞ്ഞിരിക്കുന്നുണ്ട്. റെവലേഷൻ 6 ഒരു മൊത്തം മീനിങ് എന്ന് പറയുന്നത് ഇതാണ്. ഹാലേലുയ. മത്തായി 24:21 കൂടി ഒന്ന് വായിക്കാം. മത്തായി 24:21. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മതി 24-21 മാത്രം മതി. ഹാലേലുയ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ന് ആരാനും നിങ്ങളോട് 24-21 ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ഇത് ഗ്രേറ്റ് ട്രൈബുലേഷൻ, മഹാഉപദ്രവകാലത്തെക്കുറിച്ചായി പറഞ്ഞിരിക്കുന്നത്. ഹാലേലുയ. ആ മഹാഉപദ്രവകാലത്ത് ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, ഹാലേലുയ, അത് അതിഭയങ്കരമായ കഷ്ടമാണ്. അതുപോലൊരു കഷ്ടം ഇനി മേലാൽ ഉണ്ടാകുകയില്ല. അത്ര ഭയങ്കരമായ കഷ്ടങ്ങളിലേക്ക് അന്ന് വരാൻ പോകുമെന്നാണ്. ഇന്ന് വരെയും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടം അന്ന് വരും. ഹാലേലുയ. അതിനുശേഷം ഹർമഗദോൻ യുദ്ധമുണ്ടാകും. അത് റെവലേഷൻ 19 ആകുമ്പോഴത്തേക്കും അതിൽ കാണുന്നുണ്ട്. ഹാലേലുയ. ഈ മുദ്രകൾ ഓരോന്ന് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ മണവാട്ടി എടുക്കപ്പെട്ടു. ഹാലേലുയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടതായ ആവശ്യങ്ങളൊന്നുമില്ല. ഹാലേലുയ. രക്ഷിക്കപ്പെടാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഭൂമിയിലുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ രൂപാന്തരപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ അവർ ഓർത്ത്. ഹാലേലുയ. വരുന്ന ആ മഹാദുരിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളെ ഓർത്ത് അവർ രൂപാന്തരപ്പെടണം. ഹാലേലുയ. മനഃപൂർവ്വം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന ചില സഭകളുണ്ട്. ഹാലേലുയ. അതിൻ്റെ ടോപ്പിലിരിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഉള്ളവർക്കറിയാം ഇത് മറഞ്ഞിരിക്കുന്നതാണ്, മറച്ചു വെച്ചിരിക്കുക അവർ മനഃപൂർവ്വം. അത് എല്ലാം ഇനിയും ഓരോന്ന് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ വന്നതുപോലെ, പോപ്പ് വിളിച്ചു പറഞ്ഞതുപോലെ, ഇനി ഓരോ കാര്യങ്ങൾ എല്ലാ സഭകളിൽ ഇനി വിളിച്ചു പറയും. ഹാലേലുയ. ഈ കഷ്ടത ഇവരുടെ ഇടയിലേക്ക് വരുമ്പോൾ അവർ വിളിച്ചു പറയും. മറ്റുള്ള ജാതികൾ, ബുദ്ധിസ്റ്റുകൾ, ഇസ്ലാമിസ്റ്റുകൾ, ഹിന്ദുയിസ്റ്റുകൾ, അതുപോലെ ജൂയിഷുകൾ, ഇവരെല്ലാം വിളിച്ചു പറയും കർത്താവായ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം വരും. ഹാലേലുയ. അതുകൊണ്ട് അത് ഇപ്പോഴേ മനസ്സിലാക്കി കർത്താവിലേക്ക് തിരിയുന്നവർ വളരെ ഭാഗ്യവാന്മാരാണ്. അവർക്ക് ആദ്യമേ തന്നെ കർത്താവിൻ്റെ മണവാട്ടിയായി എടുക്കപ്പെടുവാൻ കഴിയും. ഇല്ലെങ്കിൽ അതിനുശേഷം പോകുന്നവർ തീർച്ചയായിട്ടും ആ ഒരു പദവി അവർക്ക് ലഭിക്കുകയില്ല. ഹാലേലുയ. ഇവിടെ 6 പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ, അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനുമായും പുറപ്പെട്ടു. ഹാലേലുയ. അപ്പോൾ ഇത് ക്രിസ്തു അല്ല, ഇത് അവനൊരു ഫോൾസ് ക്രൈസ്റ്റാണ്, അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയും. ഇവന് ഇമിറ്റേറ്റ് ചെയ്യുക, മെസ്സിയെ ഇമിറ്റേറ്റ് ചെയ്യുക. ഹാലേലുയ. എന്നിട്ട് ഹാലേലുയ, മനുഷ്യരുടെ ഇടയിലേക്ക് അവനൊരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇടപഴകുക. ഹാലേലുയ. അവൻ്റെ ഇടപഴകൽ മുഖാന്തരം ഒരു 10 രാജ്യങ്ങളെങ്കിലും അവനോട് കൂടി ചേരുവാൻ ഇടയായിത്തീരും. സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമായിട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ചുരുങ്ങിയത് 10 രാജ്യങ്ങളെങ്കിലും ഇവനോട് ചേരുവാൻ ഇടയായിത്തീരും. അതിൽ റഷ്യ ഉണ്ടാവും, ചൈന ഉണ്ടാവും, അതുപോലെ ഇറാൻ ഉണ്ടാവും, മിഡിൽ ഈസ്റ്റുകളുണ്ടാവും. അങ്ങനെ കുറേ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ, ഒരു 10 രാജ്യങ്ങളെങ്കിലും ചേർന്നുകൊണ്ട് ഒരു പീസ് ട്രെറ്റി ഉണ്ടാക്കുവാൻ ഇടയായിത്തീരും. ഹാലേലുയ. അതിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളാണ് ഇപ്പോഴും കാണുന്നത്. അതിപ്പോഴും ഉണ്ടാകും. ഹാലേലുയ. എന്നാൽ ആ ട്രിബുലേഷൻ പീരീഡിലും ഇത് ഉണ്ടാകും. ഹാലേലുയ. ഇവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ബോയാണ്, അതായത് ഒരു വില്ലാണ് അവൻ്റെ കയ്യിൽ. ഒരു വില്ല് കൊണ്ട് അതുകൊണ്ട് യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? വില്ല് കൊണ്ട് യുദ്ധത്തിന് പോയാൽ അതിന് അമ്പില്ലാതെ എങ്ങനെ യുദ്ധത്തിന് പോകുന്നത്?
അമ്പും വില്ലും വേണം. ഇവൻ്റെ ഉള്ളത് വില്ല് മാത്രമാണ്. ഇതിൻ്റെ അർത്ഥം അത് അവിടെ സൂചിപ്പിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവന് ഇവന് യുദ്ധം ചെയ്ത് ആരെയും കൊല്ലാനല്ല വന്നത്, ഹല്ലേലൂയ. മറിച്ച് ഇവനിത് കാണിച്ച് പേടിപ്പിച്ച് നിർത്തുക, ഹല്ലേലൂയ. നമ്മൾ കുറച്ച് പണം എടുത്തുകൊണ്ട് ഒരു ബാങ്കിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പിന്നാലെ ഒരുത്തം വന്നിട്ട് ഒരു തോക്ക് കാണിച്ച് നമ്മളെ പേടിപ്പിച്ചാൽ നമ്മൾ പേടിച്ചു പോകും. നമ്മൾ പെട്ടെന്ന് ആ പണം കൊടുക്കും. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലായത് അവൻ്റെ കയ്യിലിരിക്കുന്നത് തോക്കല്ലായിരുന്നു, അതൊരു കളിത്തോക്കായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇതേ രീതിയിൽ അവൻ ജനങ്ങളെ പേടിപ്പിച്ച് ചതിയിലൂടെ നടത്തുവാനുള്ള ഒരുവനായി കടന്നു വന്നിരിക്കുന്ന ആൻറ്റി ക്രൈസ്റ്റ്. അവൻ യുദ്ധത്തിനുള്ള ചിന്താഗതിയോടുകൂടി അല്ല അവൻ വന്നിരിക്കുന്നത്, ഹല്ലേലൂയ. ഇനി നമുക്ക് റെവലേഷൻ്റെ പീരീഡ് ഒന്ന് നോക്കാം. അതിന് ഡാനിയേലിൻ്റെ പുസ്തകം 9:27. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും, ഹല്ലേലൂയ. അവനൊരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അതായത് ഈ മഹോദരകാലം 7 വർഷമാണല്ലോ. ആ 7 വർഷത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 7 വർഷം ഇവിടെ ഒരാഴ്ചവട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 7 വർഷം എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഇത് എബ്രായ പുസ്തകത്തിൽ എബ്രായരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ആഴ്ചവട്ടത്തിന് ഷബോത്ത് എന്നാണ് ഷബോത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഷബോത്ത് എന്ന് പറഞ്ഞാൽ 7 വർഷം എന്നാണ് ഗ്രീക്കിലുള്ള അതിൻ്റെ മീനിങ്, ഹല്ലേലൂയ. അപ്പോൾ 7 വർഷത്തേക്ക് ഇവൻ നിയമത്തെ കഠിനമാക്കും, ഹല്ലേലൂയ. മധ്യേ, ആഴ്ചവട്ടത്തിൻ്റെ മധ്യ, അതായത് 7 വർഷത്തിൻ്റെ മധ്യേ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും, ഹല്ലേലൂയ. ഈ ഹനനയാകവും ഭോജനയാകവും നടപ്പിലാക്കണമെങ്കിൽ യെരുശലേം ദേവാലയം ഉണ്ടായിരിക്കണം. ഇവർ ദേവാലയത്തിൽ വെച്ച് മാത്രമേ ഈ യാഗങ്ങളൊക്കെ നടത്തുകയുള്ളൂ. ഇപ്പോഴുള്ള സിനഗോഗുകളിൽ യാഗങ്ങളൊന്നുമില്ല. അവിടെ പുരോഹിതന്മാരുമില്ല, ഹല്ലേലൂയ. അവിടെ ലീഡേഴ്സേ ഉള്ളൂ, എൽഡേഴ്സേ ഉള്ളൂ, ഹല്ലേലൂയ. അവിടെ പുരോഹിതന്മാരില്ല. ഒരു പുരോഹിതനുണ്ടെങ്കിൽ തന്നെ അത് എന്തെങ്കിലും സ്ക്രിപ്ചർ വായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു പുരോഹിതനുള്ളത് ഓരോ സിനഗോഗിലും. അതുകൊണ്ട് സിനഗോഗുകളിൽ യാഗം നടക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ യാഗം നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ ട്രിബുലേഷൻ പീരീഡിൽ എങ്ങനെയാണ് യാഗം നടക്കുന്നത് അന്ന്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഈ ടെമ്പിൾ ഉണ്ടാകും, യെരുശലേം ദേവാലയം ഉടനെ തന്നെ ഉണ്ടാകുവാനിടയായി തീരും, ഹല്ലേലൂയ. യെരുശലേം ദേവാലയം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ യാഗവും ഭോജനയാഗവും നടത്തുവാൻ ഒക്കെയുള്ളൂ, ഹല്ലേലൂയ. അപ്പോൾ ഈ ട്രിബുലേഷന് മുമ്പായിട്ട് യെരുശലേം ദേവാലയം, അവരുടെ യഹൂദന്മാരുടെ ദേവാലയം നിർമ്മിക്കപ്പെടുവാൻ ഇടയായി തീരും, ഹല്ലേലൂയ. അപ്പോൾ ഇവന് ഈ ബോ മാത്രം ആയിട്ട്, ആരോ ഇല്ലാതെ ബോ മാത്രമായിട്ട് നടക്കുന്നത്, അവൻ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ആൾക്കാരെ കളിപ്പിക്കുവാനും പറ്റിക്കുവാനും നടക്കുന്ന ഒരുവനാണ് അവന്, ഹല്ലേലൂയ. അവൻ പലരെയും വഞ്ചിക്കുകയും, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ സകല രാഷ്ട്രങ്ങളെയും അവൻ വഞ്ചിക്കുക, ഹല്ലേലൂയ. പീസ് ട്രീറ്റിയൊക്കെ ഉണ്ടാക്കി, 10 രാജ്യങ്ങൾ ചേർന്ന് പീസ് ട്രീറ്റി ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം വഞ്ചനാപൂർവം ചതിയായിരുന്നു അതെല്ലാം, ഹല്ലേലൂയ. ആ തരത്തിലാണ് അവൻ ആ സമയത്ത് പ്രവർത്തിക്കാൻ പോകുന്നത്, ഹല്ലേലൂയ. ഒരു ഫിഷർമാന് ചൂണ്ട കൊണ്ട് മീൻ പിടിക്കാൻ പോയാൽ ആ ചൂണ്ടയിൽ, അതിൻ്റെ ബൈറ്റിൽ അവന് മീൻ ആകർഷിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യമാണല്ലോ അതിലിട്ട് കൊടുക്കുന്നത്, ഹല്ലേലൂയ. ഇത് കാണുന്ന മീന് ഓടിച്ചെല്ലും, അത് കൊത്തി തിന്നുവാനായിട്ട്, അതിനെ തിന്നാൻ വേണ്ടി അത് ഓടിച്ചെല്ലുമ്പോൾ അതിനറിയില്ല അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന്. അത് കൊത്തി കഴിയുമ്പോൾ അതിൻ്റെ വായിൽ അതിൻ്റെ ഹുക്ക് കുടുങ്ങും. ചിലതൊക്കെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, പക്ഷേ പല മത്സ്യങ്ങൾക്കും പറ്റുകയില്ല. എന്നാൽ ഏതെങ്കിലും മത്സ്യത്തിന് പറ്റിയാൽ തന്നെ അത് പിന്നെ ജീവിച്ചിരിക്കില്ല. കാരണം അതിൻ്റെ ശ്വാസകോശങ്ങളെല്ലാം തകർന്നു പോയിട്ട് അത് അതിൻ്റെ ചൂണ്ടയുടെ കെണിയിൽ നിന്നത് വെളിയിലേക്ക് വരുവാനിടയായി തീരുകയുള്ളൂ, ഹല്ലേലൂയ. ഈ രീതിയിലുള്ള ചതിയാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് ലോകത്തോട് ചെയ്യുന്നത്, ഹല്ലേലൂയ. ഈ ചതി, ഇവൻ്റെ ഈ ഡിസീവ്, ഹല്ലേലൂയ, പല രാഷ്ട്രങ്ങളും മനസ്സിലാക്കുവാനിടയായി തീരും, ഹല്ലേലൂയ.
ഇന്നും ഇതേ രീതിയിലുള്ള ചതി കൊണ്ട് മനുഷ്യരെ തെറ്റിച്ച് കളയുന്ന ആൻറ്റി ക്രൈസ്റ്റ് ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ആൻറ്റി ക്രൈസ്റ്റ് ഇനി വരാനിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കണ്ട, കാരണം ആൻറ്റി ക്രൈസ്റ്റ് ഇപ്പോഴും ഉണ്ട്. കാരണം അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഇടയിലേക്ക് അന്തിക്രിസ്തു വന്നിരിക്കുന്നു, ഇപ്പോഴേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആൻറ്റി ക്രൈസ്റ്റ് ഇതേപോലുള്ള ചതിയിലൂടെ നമ്മളെ ചൂണ്ടയിൽ പിടിച്ച് നശിപ്പിച്ച് കളയാൻ ഇടയായി തീരാതെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ വളരെ നീതിയോടെ പരിജ്ഞാനത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകമുള്ളവരായി തുടരേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ മുദ്രയെക്കുറിച്ച് വായിക്കാം. അതിൻ്റെ വാക്യം 3 മുതൽ 4 വരെ, 6:3 മുതൽ 4 വരെ. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ വാളുണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ വാളാണ് അവൻ്റെ കയ്യിൽ ഉള്ളത്. ഹല്ലേലൂയ. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ചുമന്ന കുതിരയാണ് വന്നത്. ആദ്യത്തേത് വെള്ളയാണെങ്കിൽ രണ്ടാമത്തേത് ചുമന്ന കുതിരയാണ് വന്നത്. ഈ ചുമന്ന അടയാളം ഉള്ള രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം, അത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെയും ചുമന്ന കൊടിയാണ്. റഷ്യ, ചൈന, ക്യൂബ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെയും ചുമന്ന കൊടിയാണ്. ഹല്ലേലൂയ. അതിൻ്റെ രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ബ്ലഡ് ഷെഡാണ്. ചുവപ്പല്ല, അപ്പോൾ അത് ബ്ലഡ് ഷെഡാണ്. വയലേഷൻ, വാറ്. ഹല്ലേലൂയ. ഇതെല്ലാമാണ് അതിൽ നിന്ന് ഉത്ഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ വീണ്ടും ഈ സമാധാന ട്രറ്റി ഇവിടെ പൊളിയുക. ഹല്ലേലൂയ. കാരണം ഇവിടെ വയലേഷൻ ഉണ്ടാവുക, വാറുണ്ടാവുകയാണ്. ഹല്ലേലൂയ. അതിൽ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ, അത് ചുമന്ന രാഷ്ട്രങ്ങൾ മെജോറിറ്റി പുലർത്താൻ പോവുകയാണ്. അവർ കയറി വരും, അനേകരെ കൊല്ലുവാൻ പോവുക. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഹല്ലേലൂയ, 10 രാജ്യങ്ങളുമായിട്ടുള്ള ട്രറ്റി ഉടമ്പടിയിലൊക്കെ ഒപ്പിട്ടുവെങ്കിലും അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടപ്പിലാകുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ട്രറ്റി പൊളിയുകയാണ്. പലരും ഇവൻ്റെ ഈ സമാധാന ഉടമ്പടിയിൽ നിന്ന് പലരും പിന്മാറുന്നു. ചുരുങ്ങിയത് 7 രാജ്യങ്ങളെങ്കിലും പിന്മാറുന്നു. പിന്നീട് ഇവൻ്റെ കൂടെ ഉള്ളത് റോം, റഷ്യ, ചൈന, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ മാത്രമേ ഇവൻ്റെ കൂടെയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവൻ്റെ നിന്ന് പോയി പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. മാത്യു 24:6-7 കൂടെ ഒന്ന് വായിക്കാം. മാത്യു 24:6-7. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവിന്, സൂക്ഷിച്ചു കൊള്ളുവിന്. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകും. വായിച്ചോ. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ. ആരംഭമത്രേ. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ രാജ്യങ്ങളോട് എതിർക്കും, ജാതിയോട് എതിർക്കും. അങ്ങനെ മനുഷ്യരോട് എതിർക്കും. സിവിൽ വാറുകൾ ഉണ്ടാകും. അതുപോലെ ജാതികൾ തമ്മിൽ അന്യോന്യം കലഹിക്കും. അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കും. ചുമന്ന ബ്ലഡ് ഒഴുകും, ചോരപ്പുഴ ഒഴുകും. അങ്ങനെയുള്ള സംഭവം. ഈ സമയത്തായിരിക്കണം ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്റ്റേറ്റുകളോട് അടിക്കും. അങ്ങനെ ഓരോ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും ഈ രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോൾ. അപ്പോഴത്തേക്കും ലോകത്തിന് പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഒരു ചതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് സമാധാനം തരുവാൻ ഒരു ട്രറ്റി കൊണ്ടോ ഒരു ഉടമ്പടി കൊണ്ടോ കാര്യങ്ങൾ നടക്കുകയില്ല. നമ്മൾ വഞ്ചിക്കപ്പെട്ടു. അവർ നിലവിളിക്കും. ജനങ്ങൾ മുഴുവൻ നിലവിളിക്കും. ഹല്ലേലൂയ. അവരാരോട് നിലവിളിക്കും? അവർക്ക് ഹല്ലേലൂയ അന്നത്തെ അവരുടെ സിറ്റുവേഷൻസ് വളരെ മോശം. എങ്കിലും അവർ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് മനസ്സിലായി ഇതൊരു രാജ്യത്തെ കൊണ്ടോ ഒരു ഗവർണറെ കൊണ്ടോ ഒരു ഉടമ്പടി കൊണ്ടോ ഒരു അലയൻസ് കൊണ്ടോ, അതായത് യൂറോപ്യൻ അലയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, ഇങ്ങനെയുള്ള അലയൻസ് കൊണ്ടോ ഇതൊന്നും നമുക്ക് സമാധാനവും സ്വസ്ഥതയും തരുവാൻ ഇടയായി തീരുകയില്ല. നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ
അവർ കർത്താവ് യേശുവിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നല്ലോ. യേശുവിനെ കുറിച്ച് കുറെ അല്പം മാത്രം അറിവല്ലേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കാരണം അവരതിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതൊക്കെ ഒരു ഫേക്ക് ആണെന്നാണ് അവർ കരുതിയിരുന്നത്. ഹാലേലൂയ. എന്നിട്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കൗണ്ടർഫിറ്റ് ആയിട്ടുള്ള പിശാചിൻ്റെ പുറകെ പോയതുകൊണ്ട് അവരിപ്പോൾ വലിയ വഞ്ചനയിൽ അകപ്പെട്ടതുകൊണ്ട് ലോകം മുഴുവനും, യഹൂദന്മാർ മാത്രമല്ല ലോകം മുഴുവനും വിലപിക്കുവാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, നിനക്ക് മാത്രമേ ഞങ്ങളുടെ മധ്യത്തിൽ സമാധാനം തരുവാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ കഴിയില്ല, അവർ പോയാൽ തിരിച്ചു വരത്തില്ല, ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാൻ ഒക്കെയില്ല, അത് കഴിച്ചാൽ ചിലപ്പോൾ മരിച്ചു പോകും, മുഴുവൻ വിഷമായിരിക്കും. അങ്ങനെ സകല വിധത്തിലുള്ള നാശങ്ങൾ എല്ലാം അവരുടെ ഇടയിൽ ഉണ്ടാകുക. ഹാലേലൂയ, ഹാലേലൂയ. ഈ സമയത്ത് അവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കണം മത്തായിയുടെ സുവിശേഷം 5:9 പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ മലമേലുള്ള പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം, സമാധാനം ഉണ്ടാക്കുന്നവന് ഭാഗ്യവാന്, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഹാലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹാലേലൂയ. സമാധാനം സ്വയമില്ല, പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാക്കും? അവർ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു. ഹാലേലൂയ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 26:18 ഒന്ന് വായിക്കാം. 18 മുതൽ 24. ഉൽപ്പത്തിയുടെ 26:18 മുതൽ 24 വരെ. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച നീരുറവയുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു ഇസഹാക്കിൻ്റെ ഇടയന്മാരുടെ ശണ്ടയിട്ട്, അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറിനെ യേശക്ക് എന്ന പേര് വിളിച്ചു. അവൻ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടതുകൊണ്ട് അവർ അതിന് സിത്ന എന്ന പേര് വിളിച്ചു. ഹാലേലുയ. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ഹാലേലുയ. ഇവിടെ ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാം കിണർ കുഴിച്ചപ്പോഴും ഫെലിസ്തർ വന്ന് മൂടിക്കളഞ്ഞു. ആ കിണർ ഇസഹാക്ക് പോയി കുഴിച്ചു. അതിൽ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ഗെരാർ ദേശക്കാർ വന്ന്, അവരുടെ ഇടയന്മാർ വന്ന് ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവർ ആ കിണർ ഇസഹാക്കിൻ്റെ ഇടയന്മാരിൽ നിന്ന് തട്ടിയെടുത്ത് അത് അവർക്ക് സ്വന്തമാക്കി. ഹാലേലുയ. ഇസഹാക്കിൻ്റെ ഭൃത്യന്മാർ ഒന്നും മിണ്ടിയില്ല. അവർ വേറെ ഒരു കിണർ ഒഴിച്ചു. ആ കിണറിൽ വെള്ളം കെട്ടിയപ്പോൾ ഇവർ പറഞ്ഞ് അതും ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് അവർ അതും തട്ടിയെടുത്തു. ഒന്നും പറഞ്ഞില്ല. ഇസഹാക്കിൻ്റെ ഭൃത്യന്മാർ ഒന്നും പറഞ്ഞില്ല. ഹാലേലുയ, ഹാലേലുയ. എന്നാൽ വീണ്ടും അതിൻ്റെ ആ ലാസ്റ്റ് വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവർ വീണ്ടും ഒരു കിണർ കുത്തി അതിൽ വെള്ളം കിട്ടി. ആ വെള്ളം അവർ തന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവർക്ക് അനുവാദം ലഭിച്ചു. അത് പിടിച്ചടക്കുവാൻ ആരും വന്നില്ല. ഹാലേലുയ. അപ്പോൾ അവർ കുത്തിയ കിണർ ശത്രുക്കൾ പിടിച്ചടക്കി. ശത്രുക്കൾ പിടിച്ചടക്കിയിട്ടിട്ട് ശത്രുക്കൾക്ക് അവർ വിട്ടുകൊടുക്കുകയോ ചെയ്തു. അവരതിന് ഫൈറ്റ് ചെയ്യാൻ പോയില്ല. ഹാലേലുയ. അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചപ്പോൾ ആ കിണർ, മൂന്നാമത്തെ കിണർ അവർക്ക് തന്നെ ലഭിക്കുവാനും ഇടയായി തീർന്നു. അതിനവർ രഹബോത്ത് എന്ന പേരിട്ടു. രഹബോത്ത് എന്ന് പറഞ്ഞാൽ അത് വൈഡ് പ്ലേസ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വളരെ ബ്രോഡായിട്ടുള്ള സ്പേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാലേലുയ എന്ന് പറഞ്ഞാൽ, ഹാലേലുയ, ആ രണ്ട് കിണർ നീ വിട്ടുകൊടുത്തതിന് പകരമായിട്ട് നിനക്ക് വളരെ വിസ്താരമായ സ്ഥലം ഞാൻ തരികയാണ് എന്നുള്ള രീതിയിൽ അത് ദൈവം അവർക്ക് കൊടുത്തു. കാരണം ഇവർ സമാധാനം ഉണ്ടാക്കുന്നവരായിരുന്നല്ലോ. അതുകൊണ്ട് അവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ 26-24 വാക്യം ഞാൻ വായിക്കാം. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം
ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. നോക്കണേ, അവൻ സമാധാനപ്രിയനായി ഇസ്ഹാക്കിന് അവൻ ആ 2 കിണറിന് വേണ്ടി വഴക്കുണ്ടാക്കാതെ അവൻ ആ ശത്രുക്കൾക്ക് അത് വിട്ടുകൊടുത്തു. അവൻ സമാധാനപ്രിയനായതുകൊണ്ട് അവന് ഹാലേലുയ സകല ദേശം അവനും അവൻ്റെ സന്തതികൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ ഉൽപ്പത്തിയുടെ 13:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹാലേലുയ, അവിടെ അബ്രഹാം ലോത്തിൻ്റെ അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് നീ അങ്ങോട്ട് പൊക്കോളുക. അപ്പോൾ ലോത്ത് നോക്കിയപ്പോൾ നീരുറവയുള്ള യോർദാൻ നദിയുടെ സമീപത്ത് കിടക്കുന്ന ആ സ്ഥലം തന്നെ എടുക്കാമെന്ന് കരുതി അവൻ ആ സ്ഥലത്തേക്ക് പോയി. ഹാലേലുയ. എന്നാൽ അവൻ പോയ ശേഷം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ വലത്തോട്ടും ഇടത്തോട്ടും നോക്കുക, നീ തെക്കോട്ടും വടക്കോട്ടും നോക്കുക, അങ്ങനെ 4 ദിക്കിലേക്ക് നീ നോക്കുക, നീ കാണുന്ന ദേശമെല്ലാം നിനക്ക് ഞാൻ തരുമെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ലോത്തിന് കൊടുത്ത ദേശം പോലും അബ്രഹാമിന് ദൈവം തിരികെ കൊടുത്തു എന്നുള്ളതാണ്. സമാധാനപ്രിയരായിട്ടുള്ളവർക്ക് ദൈവം, അവർ സമാധാനം ഉണ്ടാക്കുന്നവരായതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് അറിയപ്പെടും. ഹാലേലുയ. അപ്പോൾ ഈ കഷ്ടതയുടെ, ഈ ട്രിബുലേഷൻ്റെ മധ്യത്തിൽ ഇവർ ഹാലേലുയ ആരോടും വഴക്കുണ്ടാക്കാനോ ആരോടും പ്രശ്നത്തിന് പോകാനോ കഴിയാൻ സാധിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം, ഒരു വലിയൊരു കൂട്ടം ജാതികൾ ആ സമയത്ത് അവിടെ ഉണ്ട്. ഹാലേലുയ. ഹാലേലുയ, അവരെല്ലാം പിന്നീട് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും. ഹാലേലുയ. അത് ഇനിയുള്ള വാക്യങ്ങളിലൊക്കെയാണത് കാണുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് 6-ാമത്തെ അധ്യായം തീർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഇതുകൊണ്ട് നമുക്കിനി അടുത്ത ആഴ്ചയിൽ ഇനി സമയം കിട്ടുമ്പോൾ നമുക്കിത് വീണ്ടും അവസരം കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും പറയാം. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ ഇത് അവസാനിക്കുന്ന ഈ വാക്യം